കാർത്തിക്, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്തവണ ലത്തീൻ വിഭാഗത്തിൽ നിന്ന് 2 പേർക്ക് മന്ത്രിസ്ഥാനം നൽകുക, MLA ആയിട്ട് ക്ഷമിക്കണം, സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിന് പകരം 3 പേരെയാണ് മത്സരിപ്പിച്ചത്. കൊച്ചിൻ രൂപതയിലെ ഭാഗമായ ആലപ്പുഴയിൽ നിന്നും എഡി തോമസ് അടക്കം 3 പേർ വരുന്നു. ആ ലത്തീൻ നയതന്ത്രം എന്തായാലും അത് KC വേണുഗോപാലും VD സതീശനും ചേർന്ന് നടത്തിയ ലത്തീൻ നയതന്ത്രം വിജയിക്കുകയും ചെയ്തു. വലിയ ആ മണ്ഡലങ്ങളൊക്കെ വിജയിച്ചു. ഒപ്പം ഷിയാസ് കൂടി അവിടെ വിജയിക്കാൻ അത് ആ ഒരു നയതന്ത്രത്തിൻ്റെ ഫലമായി അങ്ങനെ ഒരു വിജയം കൂടി സാധ്യമായി. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഷിബു ബേബി ജോൺ ലത്തീൻ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു മന്ത്രിയാണ്. ആ ഷിബു ബേബി ജോൺ ഉണ്ട് എന്ന് കരുതി കോൺഗ്രസിൽ നിന്നുകൂടി ഒരാൾക്ക് നൽകേണ്ടി വരത്തില്ല. അപ്പോൾ M വിൻസെന്റ്, TJ വിനോദ്, ഈ 2 പേരുകളാണ് പ്രധാനപ്പെട്ട 2 പേരുകളായി നിൽക്കുന്നത്. ഇതിൽ ആർക്കാണ് കൂടുതൽ സാധ്യത? എങ്ങനെയാണ് ഇവരുടെ ഒരു പക്ഷത്തിന്റെ കാര്യങ്ങൾ കൂടി ചിന്തിക്കുമ്പോൾ? ഇത്തരത്തിൽ പ്രാതിനിധ്യം വേണം എന്ന് സഭ പലതവണ ആവശ്യപ്പെട്ടതാണ്. ആ ആവശ്യം പരിഗണിക്കും എന്ന നിലയിലുള്ള വാർത്തകളാണ് ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നത്. എന്നാൽ അവസാന റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ മറ്റേതെങ്കിലും സ്ഥാനങ്ങൾ, അതായത് ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ള സ്ഥാനങ്ങൾ നൽകി ഒരു പരിഹാര ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നത് വരും മണിക്കൂറുകളിൽ അറിയണം. എന്തായാലും സാധ്യതകളിൽ M വിൻസെന്റിന് തന്നെയായിരുന്നു മേൽക്കൈ. കാരണം തലസ്ഥാനത്ത് നിന്ന് CP ജോണുണ്ട്. അതോടൊപ്പം തന്നെ N ശക്തൻ്റെ പേര് സജീവ പരിഗണനകളിൽ ഉണ്ട്. ഒരു പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയില്ലെങ്കിൽ അവിടെ നമ്പർ 2 ആ പേര് N ശക്തൻ്റേത് തന്നെയാണ്. അത്തരത്തിലുള്ള സമവാക്യങ്ങളിൽ എന്ത് തീരുമാനം വരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ലത്തീൻ സഭയുടെ മന്ത്രിസ്ഥാനം എന്നതുകൂടി നിർണായകമാണ്. ഒന്ന്, M വിൻസെന്റിന് കഴിഞ്ഞ തവണ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റിൽ മാത്രമാണ് UDFന് വിജയം നേടാൻ കഴിഞ്ഞത്. ശക്തമായ LDF തരംഗത്തിൽ പോലും കോവളം M വിൻസെന്റിനൊപ്പം നിന്നു. ഇത്തവണ ശക്തമായ മത്സരമായിരുന്നു. ആ മത്സരത്തിലും M വിൻസെന്റ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ, ഇന്നും A ഗ്രൂപ്പിനോട് തന്നെയാണ് പൂർണ്ണമായും ആഭിമുഖ്യം. പക്ഷേ ഇപ്പോൾ VD സതീശന് കൂടി ആ പേരിൽ താല്പര്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് M വിൻസെന്റിനെ ലത്തീൻ വിഭാഗത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം എന്ന സജീവ ചർച്ചകൾ ഉണ്ട്. ആ ചർച്ചകൾക്ക് VD സതീശന് താല്പര്യവുമുണ്ട്. മുഖ്യമന്ത്രി VD സതീശന് താല്പര്യവുമുണ്ടായിരുന്നു. മറ്റൊന്ന്, എറണാകുളം ജില്ലയിൽ നിന്നുള്ള TJ വിനോദാണ്. ഇന്ന് നമ്മൾ ഷിയാസിൻ്റെ പ്രതികരണം, എറണാകുളം DCC പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് ഷിയാസിൻ്റെ ഒരു പ്രതികരണം ഇതുമായി കൂട്ടി വായിക്കണം. ഷിയാസിൻ്റെ പ്രതികരണം ഇതായിരുന്നു: എറണാകുളം ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രിയെ കൂടാതെ കോൺഗ്രസിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകും. അവിടെ 2 സാധ്യതകളാണ്. ഒന്ന് TJ വിനോദ്, 2 മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടന് വേണ്ടി KC ക്യാമ്പ് ശക്തമായ രംഗത്തുണ്ട്. അപ്പോൾ ഈ 2ാം മന്ത്രി, മുഖ്യമന്ത്രിയെ കൂടാതെ കോൺഗ്രസിൽ നിന്ന് എറണാകുളം ജില്ലയിൽ ഉള്ള 2ാം മന്ത്രി, അത് ആര് എന്ന ചർച്ചകൾ സജീവമായുണ്ട്. ഷിയാസ് ഒരുപക്ഷെ ഉദ്ദേശിച്ചത് TJ വിനോദിനെ ആണ് എന്ന തരത്തിൽ കോൺഗ്രസ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ മാത്യു കുഴൽനാടൻ ആണെങ്കിൽ അത് KC പക്ഷത്ത് ഇപ്പോൾ നിൽക്കുന്ന നേതാവാണ്. പക്ഷേ VD സതീശനുമായും എനിക്ക് തോന്നുന്നു അവർ തമ്മിലുള്ള ഇടയ്ക്കുള്ള സംഭാഷണങ്ങളിലുമൊക്കെ പലപ്പോഴും ഇടപെടുന്ന ഒരു യുവ നേതാവാണ്. പ്രത്യേകിച്ച് നിയമസഭയിലൊക്കെ കഴിഞ്ഞ നിയമസഭയിൽ പിണറായിക്കെതിരെ ഒക്കെ ഏറ്റവും ഷാർപ്പായി അറ്റാക്ക് ചെയ്ത നേതാവാണ് അത്. പക്ഷേ KC പക്ഷത്താണ് നിൽക്കുന്നത്. ഷിയാസ് എന്ന് പറയുമ്പോൾ TJ വിനോദ്, രമേശ് ചെന്നിത്തല പക്ഷത്ത് നിന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് TJ വിനോദ്. അപ്പോൾ ഈ ആരെ ആയിരിക്കും കൂടുതൽ, ഈ കാർത്തിക് പറയുന്ന പോലെ അത് TJ വിനോദിലേക്കാണോ കൂടുതൽ അടുക്കുന്നത്? ലത്തീൻ വിഭാഗത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്ന് തീരുമാനിച്ചാൽ, അതിലേക്ക് കോൺഗ്രസ് എത്തിയാൽ, അതിലൊരു ഫസ്റ്റ് ചോയ്സ് ഇന്ന് ഉച്ചവരെയും M വിൻസെന്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ ഷിയാസിൻ്റെ പ്രതികരണത്തോടു കൂടി അതിൽ പല സംശയങ്ങളും വന്നു. കാരണം നേരത്തെ M വിൻസെന്റിനെ പേരിനെ കൂടുതൽ പിന്തുണച്ചതും അതിൽ താല്പര്യവും VD സതീശനായിരുന്നു. VD സതീശനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, VD സതീശൻ്റെ മനസ്സിലെ കാര്യങ്ങൾ അറിയാവുന്ന ഷിയാസ് എറണാകുളത്ത് നിന്ന് 2ാം മന്ത്രി, ഒരു കോൺഗ്രസിൽ നിന്ന് 2ാം മന്ത്രി ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് ഒരു കാരണവശാലും മാത്യു കുഴൽനാടനെ ഉദ്ദേശിച്ചായിരിക്കാൻ സാധ്യത വളരെ വിരളമാണ്. അത് TJ വിനോദിനെ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ് ക്യാമ്പിലെ ഇപ്പോഴത്തെ പുതിയ സതീശൻ അനുകൂല ചേരിയിൽ ഉള്ളത്. എന്തായാലും ലത്തീൻ സഭയിൽ നിന്നുള്ള ഒരാൾക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയാൽ അതിൽ M വിൻസെന്റിനോ TJ വിനോദിനോ നറുക്ക് വീഴും. നിലവിലെ സാഹചര്യത്തിൽ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ TJ വിനോദിന് തന്നെയാണ് മേൽക്കൈ എന്ന് പറയണം. അപ്പോൾ സ്വാഭാവികമായും
അവിടെ ഒരു സീനിയോറിറ്റി പ്രശ്നവും കാര്യങ്ങളും ഒക്കെ കൂടി വരില്ലേ കാർത്തിക്? കാരണം എം വിൻസെൻ്റ് തിരുവനന്തപുരത്ത് നിന്നാണ് എന്ന് കരുതി അദ്ദേഹം മുതിർന്ന നേതാവാണ്, ടി ജെ വിനോദിനേക്കാൾ കൂടുതൽ സീനിയറായ നേതാവാണ്. അത്തരം പരിഗണനകൾ ഒക്കെ സ്വാഭാവികമായും സ്വന്തം ഗ്രൂപ്പുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളെന്തായാലും അത് ടി ജെ വിനോദല്ല, എം വിൻസെൻ്റ് ആണ്. അത്തരം ചില കാര്യങ്ങൾ കൂടി അതിൽ പരിഗണനയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ? മറ്റൊന്ന്, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് സി പി ജോൺ ഘടകകക്ഷി എന്ന നിലയിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നു. സുപ്രധാന വകുപ്പുകൾ തുറമുഖമടക്കം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉപേക്ഷിച്ച് ചർച്ചയിൽ തീരുമാനമാകും. ഇന്ന് രാവിലെയും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. ഇത്തരം കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ സി പി ജോൺ അല്ലെങ്കിൽ സി പി ജോണിനെ കൂടാതെ കോൺഗ്രസിൽ നിന്ന് ഉള്ള മന്ത്രി ആര് തലസ്ഥാന ജില്ലയിൽ? സ്വാഭാവികമായും എൻ ശക്തൻ. അദ്ദേഹം ക്യാബിനറ്റ് പദവിയിലേക്ക് വരും എന്നുറപ്പാണ്. അത് സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കോ ആണോ അതോ മന്ത്രിസഭയിലേക്കാണോ? ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല. എൻ ശക്തൻ മന്ത്രിസഭയിലേക്ക് വന്നാൽ അവിടെ തൊട്ടടുത്ത മണ്ഡലമായ കോവളത്തു നിന്നുള്ള വിൻസെൻറ്റിന് കൂടി മന്ത്രിസ്ഥാനം നൽകുമോ എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, ഈ തരംഗത്തിലും, അതായത് 2021 തെരഞ്ഞെടുപ്പിൽ LDF തരംഗത്തിലും പിടിച്ചു നിന്ന നേതാവ്, മറ്റൊന്ന് ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച നേതാവ് എന്ന നിലയിൽ ഒരു പരിഗണന നൽകാം. പക്ഷേ അപ്പോഴും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട ഘട്ടം മുതൽ മറ്റു ചില വിവാദങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം സജീവമായി ചർച്ചകൾ നടന്നു. എന്നാൽ അതിന് ശക്തമായ പ്രതിരോധം കോൺഗ്രസ് നേതൃത്വം തീർത്തു. ആ തരത്തിൽ ഉള്ളൊരു നെഗറ്റീവ് ഒപ്പീനിയൻസിനൊന്നും നിലവിൽ സാധ്യതയില്ല. പക്ഷേ മന്ത്രിസ്ഥാനങ്ങളിലേക്കുള്ള ചർച്ചകളിലേക്ക് വരുമ്പോൾ അത്തരം ഘടകങ്ങൾ, അതായത് പഴയ കാലത്തെ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളടക്കമുള്ള ഘടകങ്ങൾ ചർച്ചകളിൽ നിറഞ്ഞാൽ ഒരുപക്ഷെ അത് ഒരു തീരുമാനത്തെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താം. കാർത്തിക്, ഇതിലൊരു ചെറിയ വിഷയം, സ്വാഭാവികമായും ആളുകളുടെ എണ്ണമൊക്കെ നോക്കുമ്പോൾ വരുന്ന കോൺഗ്രസ് ലഭിക്കുന്നത് 12 മന്ത്രിസ്ഥാനം ലഭിച്ചാലും ഈ പറയുന്ന കണക്ക് അനുസരിച്ചാണെങ്കിൽ വി ഡി സതീശ്, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, പി സി വിശ്വനാഥ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇപ്പുറത്ത് അടുത്ത ഇതിൽ വരുമ്പോൾ എം ലിജു, ബിന്ദു കൃഷ്ണ വരുന്നു. ഇനി മലബാറിൽ നിന്ന് ഏതെങ്കിലും ഈഴവ വിഭാഗത്തിൽ നിന്ന് ചിലപ്പോൾ ഒരാൾ കൂടി മന്ത്രിയാവാനുള്ള സാധ്യത. ജയന്തും സുമേഷ് അച്യുതനും അങ്ങനെ 2 പേർ, AP അനിൽകുമാർ, KA തുളസി, അങ്ങനെ 2 പേർ അവിടെ നിന്ന് പ്രാതിനിധ്യം വരുന്നു. മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഇപ്പോൾ 2 പേരുടെ പ്രാതിനിധ്യം വരികയാണെങ്കിൽ അതും ടി സിദ്ദിഖോ അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനൊക്കെ ഉള്ള അതും എണ്ണം കൂടുകയാണ്. പിന്നെ സണ്ണി ജോസഫ് എന്തായാലും മന്ത്രിസ്ഥാനത്തേക്ക് ഉറപ്പായും എത്തുന്ന ഒരാൾ ആണ്. ചാണ്ടി ഉമ്മനോ മാത്യുക്കുഴിൽ നടന്ന ഒരാൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരാൾ കൂടി മന്ത്രിസ്ഥാനം എന്ന് പറയുമ്പോൾ മറ്റെവിടെയെങ്കിലുമൊക്കെ മറ്റ് ചിലരെ കൂടി ഒഴിവാക്കേണ്ടി വരില്ലേ ഈ ലത്തീൻ വിഭാഗത്തിൽ നിന്നുകൂടി ഒരാളെ മന്ത്രിസ്ഥാനത്തേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ? കിരൺ, ഇതെല്ലാം ഈ ടേം വ്യവസ്ഥ നടപ്പാക്കാൻ തീരുമാനിക്കുന്നുണ്ടോ, അതിനോട് ചെറുകക്ഷികൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതടക്കമുള്ള കാര്യങ്ങളിലെ ചർച്ച. ടേം വ്യവസ്ഥ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് കാപ്പനെ പോലെ ഒരു MLA-മാർ ഉള്ള പാർട്ടികൾ പോലും. അവർ പോലും ഇപ്പോൾ പറയുന്നത് ടേം വ്യവസ്ഥ അംഗീകരിക്കില്ലെന്നാണ്. സ്വാഭാവികമായും അതിന് UDF നേതൃത്വം വഴങ്ങുമോ, ഒരു ഫുൾ ടേം അവർക്ക് നൽകാൻ തയ്യാറാകുമോ എന്നത് ചോദ്യമാണ്. ഫുൾ ടേം നൽകാൻ തയ്യാറായാൽ കോൺഗ്രസ്സിന് ഒരു മന്ത്രിയെ കുറച്ചേ ലഭിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ സമവാക്യങ്ങളെല്ലാം തന്നെ വീണ്ടും മാറാം. അങ്ങനെ മാറുമ്പോൾ ആരൊക്കെ എന്നത് പ്രസക്തമാണ്. അവിടെയും ഉറപ്പുവരുത്താൻ, അതായത് ചില സമവാക്യങ്ങൾ, ഒന്ന് സാമുദായിക ഘടകങ്ങളടക്കമുള്ള സമവാക്യങ്ങൾ, 2 ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യം, ഇത് രണ്ടും ഉറപ്പുവരുത്തണം എന്നൊരു അഭിപ്രായം, ഒരു പൊതുധാരണ ഈ 3 നേതാക്കൾക്കിടയിലും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആണ് ഈ 2-ലധികം മന്ത്രിമാർ ഒരു ജില്ലയിൽ നിന്ന് ഉണ്ടാകുമോ എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. അവിടെയാണ് ഹരിപ്പാട് നിന്ന് രമേശ് ചെന്നിത്തലയും കായംകുളത്ത് നിന്ന് എം ലിജുവും ഒപ്പം ഇനി അരൂരിൽ നിന്നൊരു മന്ത്രി കൂടി വേണമോ എന്ന ചർച്ചകൾക്ക് പ്രസക്തമാകുന്നത്. അവിടെയാണ് മറ്റ് ചില പേരുകളിലേക്ക്, അങ്ങനെയെങ്കിൽ 2 വനിതാ മന്ത്രിമാർ വേണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ചർച്ചകളിലേക്ക് ആദ്യം പോയത് KA തുളസിയിലേക്കാണ്. മറ്റൊന്ന്, ഇപ്പോൾ കിരൺ പറഞ്ഞു നിർത്തിയിടുന്നത്, അതായത് എം ലിജുവും ബിന്ദു കൃഷ്ണയും മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി തെക്കൻ ജില്ലയിൽ നിന്ന് ആ സാമുദായിക ഘടകങ്ങൾ പരിഗണിച്ചൊരു ഒരാളുണ്ടാവില്ല. മലബാറിൽ നിന്ന് തന്നെയായിരിക്കും പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ജയന്തിൻ്റെ പേര് ആദ്യഘട്ടങ്ങളിൽ ചർച്ചകളിൽ നിറഞ്ഞിരുന്നു. ഒപ്പം പുതുമുഖമായ വിദ്യാ ബാലകൃഷ്ണൻ്റെ പേര് പോലും ഒരു ഘട്ടത്തിൽ സജീവ ചർച്ചകളിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു വശത്തുണ്ട്. ഒരു പക്ഷേ ഒരു പ്ലാൻ ബിയിൽ ഇതെല്ലാം ഉണ്ട്. ഇന്ന് ഈ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം
ആകെ കോൺഗ്രസ് മന്ത്രിമാരുടെ എണ്ണത്തിൽ ഒരു അന്തിമ രൂപമാകും. അതിനെ ആശ്രയിച്ചിരിക്കും ഈ വനിതാ മന്ത്രിമാരുടെ പ്രാതിനിധ്യത്തിലെ കാര്യവും. ഒപ്പം വടക്ക് നിന്ന്, അതായത് വടക്കൻ കേരളത്തിൽ നിന്ന് ആരാവും ഉണ്ടാവുക എന്നതിലും, ഒപ്പം ലത്തീൻ സമുദായത്തിന് പ്രാതിനിധ്യം നൽകണമോ ഷിബു ബേബി ജോണിന് പുറമെ എന്നതടക്കമുള്ള കാര്യങ്ങളിലും തീരുമാനമുണ്ടാവുക. ഇന്ന് വൈകുന്നേരത്തെ കൂടിക്കാഴ്ചയിൽ KPCC അധ്യക്ഷനും നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും, അങ്ങനെ ഇവർ 4 പേരും ആണോ ചർച്ച നടത്തുന്നത്? ആ ചർച്ചയിൽ ഏറെക്കുറെ എന്നല്ല, ആ ചർച്ചയിൽ ഒരു അന്തിമ ധാരണയിലേക്ക് ഇവർ എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? അന്തിമ ധാരണയിൽ എത്തിയേ മതിയാവുകയുള്ളൂ. ഏറിയാൽ നാളെ രാവിലെ 10 മണി വരെ, അതിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഗവർണർക്ക് പട്ടിക കൈമാറണം. മാത്രമല്ല, ഇതിനോടകം തന്നെ കഴിഞ്ഞ UDF നേതൃയോഗം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു തിങ്കളാഴ്ച ഫുൾ ക്യാബിനറ്റ് ആയിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നത്. ഇനി അതിൽ നിന്നൊരു പിന്നോട്ട് പോക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോ നാളെയോടെയോ നമുക്ക് ഈ നേതാക്കളുടെ എല്ലാം പ്രതികരണത്തിൽ നിന്ന് ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഗ്രൂപ്പ് വഴക്ക് രൂക്ഷമായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു സാഹചര്യമില്ല എന്ന് ഉറപ്പുവരുത്താം. അതായത് പേരുകൾ സംബന്ധിച്ച് ഒരു നേതാവ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ പ്ലാൻ B എന്ന നിലയിൽ മറ്റേ നേതാവ് മുന്നോട്ട് വയ്ക്കുന്ന പേരിന് ഏറെക്കുറെ 2 നേതാക്കൾക്കുമിടയിൽ അഭിപ്രായ സമന്വയത്തിൽ എത്താനുള്ള സാഹചര്യമാണ്. അതെന്തുകൊണ്ടെന്നും കൂടി പറയാം. കാരണം കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ AA ഗ്രൂപ്പുകൾ എന്നതല്ല നിലവിൽ. അത് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. A ഗ്രൂപ്പ് തീർത്തും അപ്രസക്തം. ഒരു പക്ഷേ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.